കമ്മൽ വിനോദ് എന്ന പേരു കേട്ടാൽ നാട് വിറങ്ങലിച്ചിരുന്നൊരു കാലമുണ്ട്. സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയവൻ. ദൃശ്യം സിനിമ ഇറങ്ങും മുൻപേ കൊലപാതകത്തിന് ശേഷം ആ രീതിയിൽ തെളിവ് നശിപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ട. പിന്നീട് ജയിൽവാസം. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഭാര്യയുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്ന് സുഹൃത്തിനെ കൊലപ്പെടുത്തി വീണ്ടും മഴിക്കുള്ളിൽ. 2017 ഓഗസ്റ്റ് 27 കോട്ടയം മാങ്ങാനത്താണ് വിനോദ് കുമാറും ഭാര്യ കുഞ്ഞുമോളും ചേർന്ന് സുഹൃത്ത് സന്തോഷിനെ കൊന്ന ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച പയ്യപ്പാടി സന്തോഷ് വധക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മുട്ടമ്പലം സ്വദേശി കമ്മൽ വിനോദ് എന്ന വിനോദ് കുമാർ, ഭാര്യ കുഞ്ഞുമോൾ എന്നിവർക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും. 2017 ഓഗസ്റ്റ് 23 രാത്രിയിലാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. കോട്ടയം പയ്യപ്പാടി സ്വദേശി സന്തോഷിനെ കൊലപ്പെടുത്തി ശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ച് ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 27 തലയില്ലാത്ത ശരീരഭാഗം 2 ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കോട്ടയം മാങ്ങാനം മന്ദിരം കലിങ്കിന് സമീപത്തു നിന്നും കണ്ടെത്തി. നാടിന് നടുക്കിയ ഈ കൊലക്കേസിൽ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതി ശിക്ഷയെന്തെന്ന് പിന്നീട് വിധിക്കും. പിതാവിനെ ചവിട്ടിക്കൊന്ന കേസിൽ കമ്മൽ വിനോദ് വിചാരണ നേരിടുന്നതിനിടെയാണ് സുഹൃത്തിന്റെ കൊലപാതകം. പിതാവിനെ കൊന്ന കേസിൽ വിനോദ് ജയിലിൽ ചെല്ലുമ്പോൾ സന്തോഷം അവിടെയുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ സന്തോഷിനോട് തന്റെ ഭാര്യ കുഞ്ഞുമോളെ നോക്കണമെന്ന് വിനോദ് പറഞ്ഞിരുന്നു. തുടർന്ന് കുഞ്ഞുമോളുമായി സന്തോഷ് അടുപ്പത്തിലായി. പുറത്തിറങ്ങിയ വിനോദ് വിവരമറിഞ്ഞ് സന്തോഷിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഇതിനായി നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഭാര്യയും കേസിലെ പ്രതിയുമായ കുഞ്ഞുമോളെ കൊണ്ട് ഭർത്താവില്ലെന്നും രാത്രി വരണമെന്നും പറഞ്ഞ് സന്തോഷിനെ മീനടത്തെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. രാത്രിയിൽ എത്തിയ സന്തോഷ് സിറ്റൌട്ടിലെ കസേരയിൽ സംസാരിച്ചിരിക്കുന്നതിനിടെ പിന്നിലൂടെ എത്തിയ വിനോദ് ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി കൊല്ലുകയായിരുന്നു. തുടർന്ന് വിനോദും കുഞ്ഞുമോളും ചേർന്ന് ഓട്ടോറിക്ഷയിൽ ശരീരഭാഗങ്ങൾ പലയിടത്തായി ഉപേക്ഷിച്ചു. ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ച നിലയിൽ 2 ചാക്കുകളിൽ ആയാണ് കാണപ്പെട്ടത്. ദുർഗന്ധം വമിച്ചതോടെ സമീപവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയുമായി സന്തോഷ് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിനാണ് പ്രതി ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കൂട്ടായ കുറ്റകൃത്യം എന്നിവയാണ് പ്രതികൾക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. യുവതിയെ ആസിഡ് ഒഴിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലപ്പെട്ട സന്തോഷും പ്രതിയാണ്. സാക്ഷികൾ ആരുമില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ന്യൂസ് 18 കോട്ടയം.